മോഹിനിയാട്ടം എന്ന മലയാള സിനിമയ്ക്കെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വിദ്വേഷ പ്രചാരണത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. ഭരതനാട്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന പേരിലെത്തിയത്. ആദ്യ സിനിമ വലിയ രീതിയിൽ വിജയമായിരുന്നില്ല. പക്ഷേ രണ്ടാം സിനിമയായ മോഹിനിയാട്ടം തിയേറ്ററുകളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ്. അതിപ്പോൾ OTT റിലീസാവുകയും ചെയ്തിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സിലാണ്. അതിനിടയിലാണ് സിനിമയിൽ ഹിന്ദുക്കളെ വളരെ മോശമായി ചിത്രീകരിച്ചു എന്ന തരത്തിൽ വലിയ വിദ്വേഷ പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. അതിൽ ക്ഷേത്രങ്ങളെ, ക്ഷേത്ര ആചാരങ്ങളെ, ബ്രാഹ്മണരെ വളരെ വികലമായി ചിത്രീകരിച്ചു. ശ്രീരാമന് മോരും മിശ്ചറും നൽകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ വിഡ്ഢികളാക്കിയും അന്ധവിശ്വാസികളാക്കിയും ഒക്കെ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളിൽ വിദ്വേഷ പ്രചാരണം നടക്കുന്നത്. അതിൽ മുന്നിൽ നിൽക്കുന്നത് സനാതൻ കന്നഡ എന്ന പേരിലുള്ള ഒരു ഹാൻഡിലാണ് ഈ രീതിയിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പക്ഷേ നോക്കൂ, ഈ വിദ്വേഷ പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ അണിയറ പ്രവർത്തകർ പ്രതികരിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. സിനിമ വളരെ വിജയകരമായി OTTയിലും അല്ലാതെയും ഒക്കെ മുന്നേറുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രമോദ് സാറ് സിനിമ കണ്ടിരുന്നോ? അതിൽ അങ്ങനെ ഈ പറയത്തക്ക രീതിയിലുള്ള ഒരു വികലമായ ഒരു ചിത്രീകരണമുണ്ടോ? സിനിമ ഞാൻ കണ്ടിരുന്നു. ഗംഭീര സിനിമയാണ്. ഭയങ്കര ആസ്വാദ്യകരമായ സിനിമയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരുപാട് ഈ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന വിഷയം മാറ്റി വെച്ച് കഴിഞ്ഞാലും ആ സിനിമ വിയോജിപ്പുള്ള ആളുകൾക്ക് പോലും അങ്ങേയറ്റം ആസ്വദിക്കാൻ കഴിയുന്ന ഒരുപാട് എലമെൻസ് ഉള്ള ഒരു സിനിമയാണ്. ഞാൻ ഭരതനാട്യം ഞാൻ കണ്ടിരുന്നില്ല, ഈ ഭാഗമാണ് കണ്ടത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഈ വിഷയം വരുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നല്ല എന്നുള്ളതാണ്. ഈ സനാതൻ കന്നഡ എന്ന് പറയുന്നത് കർണാടക അല്ലേ, അവിടുന്ന് വരുന്ന ഒരു ഹാൻഡിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് വളരെ എന്താ പറയുക, അരോചകമായ രീതിയിലുള്ള ഒരു ഭാഷയിലൊക്കെ എഴുതപ്പെട്ട ഒരു സംഗതിയാണ് എന്നാണ് പറയുന്നത്. അത് കേരളത്തിൽ അതിന് ടേക്കേഴ്സ് ഉണ്ടോ, കൂടുതൽ പേര് അതിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു എന്നാലും കേരളത്തിൽ അത് അത്രയും കാര്യമായി വേരോടില്ല ആ വാദം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. സിനിമയ്ക്കകത്ത് എന്താണ്, സിനിമയുടെ കഥ നമ്മൾ പറയുന്നത് ശരിയല്ല, പക്ഷേ സിനിമയ്ക്കകത്ത് ഒരു പ്രമേയം എന്ന നിലയിൽ ഇത് ഭക്തിയുമായി ബന്ധപ്പെട്ട സംഗതികൾ വരുന്നുണ്ട്. ഒരു അമ്പലം, അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളും അതിനകത്ത് ചില കഥാപാത്രങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട്. അതൊരു അമ്പലം എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു വിമർശനമായി വേണമെങ്കിൽ എടുക്കാം. ചില അമ്പലങ്ങളുടെ നടത്തിപ്പിലുമൊക്കെ നമ്മളെത്ര വിമർശിക്കുന്നുണ്ട് അല്ലേ? അമ്പലങ്ങളുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കൊള്ളരുതായ്മകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ നിന്ന് തന്നെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയ കാലത്താണ് നമ്മളിപ്പോൾ ഇരുന്ന് ഇത് സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിക്കാം ഒരു അമ്പലത്തെ സംബന്ധിച്ച്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ചുണ്ട്, പിന്നെ ആ അമ്പലത്തിൻ്റെ ഉത്ഭവം സംബന്ധിച്ചുള്ള കഥകളും ഉണ്ട്. അതിലും വരാം, അതിലും തമാശകൾ ധാരാളമുണ്ട്. അതിപ്പോൾ ഒരു മതവിഭാഗത്തിൻ്റെ അല്ല, ഏതൊരു മതവിഭാഗത്തിൻ്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള എന്താ പറയുക, ഫേക്കായിട്ടുള്ള റിലീജിയസ് കേന്ദ്രങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ നമുക്കറിയാലോ, ആൾ ദൈവങ്ങൾ എത്ര ആൾ ദൈവങ്ങൾ ആ നിലയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. കപട ആൾ ദൈവങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ സൊസൈറ്റിയിൽ ധാരാളമായിട്ട് കാണാം. അതൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട്, നോവലുകളിൽ വന്നിട്ട്, അല്ലാതെ എത്രയോ വന്നിട്ടുണ്ട്. അതിനോടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ സൊസൈറ്റിയിലുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ സിനിമയ്ക്കകത്തും ഒരു കപടമായ ഒരു ആശയം വെച്ചിട്ട് അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടാക്കുക. അത് പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സിലേക്ക് പോകുന്നതൊക്കെ ആയിട്ടുള്ള കാര്യമുണ്ട്. അതിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രിറ്റിസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് ആരോഗ്യകരമായ ഒരു ക്രിറ്റിസമാണ്, അല്ലാതെ ആരെയും ആക്ഷേപിക്കാനോ ആരെയും അവഹേളിക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല. അങ്ങനെ കാണാൻ കഴിയില്ല. അതിപ്പോൾ അത് ഈ ഒരു ക്ഷേത്രമായതുകൊണ്ട് ഇങ്ങനെ, മറ്റൊന്ന് ഒരു ചേർച്ചാണെങ്കിൽ അങ്ങനെ, ഒരു മോസ്ക് ആണെങ്കിൽ അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ ഇതേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളോട് അവരുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന്. ഇവരെന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരു കഥയിൽ എന്തെങ്കിലും ഒരു അമ്പലമോ പള്ളിയോ വരാതെയുണ്ടോ നമ്മുടെ നാട്ടിൽ? അമ്പലവും പള്ളിയും ചർച്ചും ഒക്കെ പലതരത്തിലുള്ള, ഞാൻ വിചാരിക്കുന്ന ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമർ വാഴ 2 സാർ കേട്ടില്ലേ? സുന്നത്ത് കല്യാണം കാണിക്കുന്നുണ്ടല്ലോ. സുന്നത്ത് കല്യാണം വേറെ രീതിയിലാണ്, ഭയങ്കര ശരിയാണ്. അത് അപ്പോൾ അത് വേണമെങ്കിൽ പറയാമല്ലോ, ഒരു മതപരമായ ആചാരമല്ലേ, അത് ഏത് രീതിയിലാണ് അതിനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു തരത്തിലുള്ള ആരും കാണുന്നില്ല. ഇപ്പം കാണുന്ന ആളുകൾക്കും അത് എൻ്റെ മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ല. അതതിൻ്റെ ഒരു തമാശയിലും അതിൻ്റെ ഒരു രസത്തിലും ഒക്കെ പോകുക എന്നുള്ളത്. പിന്നെ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ബോധപൂർവ്വം അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഇമേജ് ബിൽഡിംഗ് നമുക്ക് പറയാം. ഇപ്പോൾ ചില
പെർസെപ്ഷൻ ബിൽഡിംഗ് ഒക്കെ ചിലപ്പോൾ സിനിമകളുടെ ഒരു പ്രവണതയായി മാറുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ വരാറുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ കപട ആൾ ദൈവങ്ങളെക്കുറിച്ചുള്ള ഒരു സംഗതികൾ ധാരാളമായിട്ട് സിനിമകളിൽ വന്നിട്ട് എനിക്ക് KPSC ലളിത അവതരിപ്പിച്ച ഏതൊരു കഥാപാത്രമുണ്ട്, ജഗതി അവതരിപ്പിച്ച ഒരു സിനിമകളൊന്നും ഞാൻ ഓർക്കുന്നില്ല. ജഗതി അവതരിപ്പിച്ചിട്ടുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. കുമ്പിടി. അതെ, ഈ പിന്നെ കോഴിക്കാല് കടിച്ചു പറിക്കുന്ന ഒരു സീനൊക്കെയുള്ള, അപ്പോൾ അങ്ങനെയൊക്കെ ധാരാളമുണ്ട്. അത് എന്താ വെച്ചാൽ എന്താണ്, സമൂഹത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ട് കൂടിയാണ് അതങ്ങനെ വരുന്നത്. സമാനമായിട്ട് പിന്നെ മുസ്ലിം സമുദായത്തിലെ സംഗതികൾ വന്നിട്ടുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിൽ. മുസ്ലിം സമുദായത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു ഘട്ടം വരെ ഈ വില്ലന്മാർ പലരും മുസ്ലിം പേരുകളുള്ള ആളുകളായി മാറിയത് എന്തുകൊണ്ടായിരുന്നു? പിന്നെ മാത്രമല്ല, ഒരു അരപ്പട്ട, ഒരു ബനിയൻ, ഒരു പിന്നെ പ്ലാവില ഇങ്ങനെ ആട്ടിയിട്ടുള്ള ഒരു സീനിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു മുസ്ലിം കഥാപാത്രം തുടങ്ങുന്നുണ്ടാവും. പുള്ളിക്കാരന് മാത്രം ആ ഗ്രാമത്തിൽ വേറെ ഭാഷ, ബാക്കി ആ ഗ്രാമത്തിൽ എല്ലാവർക്കും ഒരേ ഭാഷ. അതെ അതെ, ഇത്ര കഥാപാത്രങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ പോയോ? അതൊക്കെ വെറുതെ, അതൊക്കെ ഒരു പിന്നെ മാത്രമല്ല, സീരിയസ് ആയി ഇതിനെ പഠിക്കുന്ന ആളുകൾ, ഗവേഷണം ചെയ്യുന്ന ആളുകളൊക്കെ ചില കണ്ടെത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് എന്താ പറയുക, പിന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സംഗതികൾ വന്നിട്ടുണ്ടാവാം. എപ്പോഴും അങ്ങനെയുള്ള ഒരു സമീപനം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ആളുകളുടെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഷാജി കൈലാസിൻ്റെ സിനിമകൾ, അതുപോലെ തന്നെ രഞ്ജിത്തിൻ്റെ ചില സിനിമകളും ഒക്കെ ഏതാണെന്ന് എടുത്തു പറയാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല. പല സിനിമകളിലും ഒരു ഹിന്ദുത്വ സ്വഭാവത്തിലുള്ള ക്യാരക്ടേഴ്സ് വരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങൾ വരുന്നു എന്നൊക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങളും വന്നിട്ടുണ്ട്. അത് തന്നെ പഠിക്കപ്പെട്ടിട്ടുമൊക്കെ ഉണ്ട്. അതൊരു വശത്ത് നടന്നോട്ടെ, അത്തരത്തിലുള്ള പിന്നെ പരിശോധനകളും വിമർശനങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ. അതല്ലാതെ ഇത് കയറി ഇങ്ങനെ നമ്മുടെ മലയാളത്തിൽ ഈ എന്താ പിന്നെ ജാനകി എന്നുള്ള പേരിട്ടപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കിയ അതേ ആൾക്കാരാണ് ഇപ്പോൾ വന്നിട്ട് പിന്നെ ഈ തോതിലുള്ള പ്രശ്നങ്ങൾ പറയുന്നത്. അപ്പോൾ നിഷാദ്, ഈ നിർമ്മാല്യ സിനിമയൊക്കെ ഇപ്പോഴാണ് ഇറങ്ങുന്നതെങ്കിൽ എന്ത് കലാപം ഉണ്ടായെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ അല്ലേ? നോക്ക്, കേരളത്തിലെ ഈ പടം വമ്പൻ ഹിറ്റാണല്ലോ. കണ്ട എല്ലാവരും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ചിരിക്കുന്നു, തിയേറ്റർ നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് പോകുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. കേരളത്തിൽ ആർക്കും ഒരു പ്രശ്നം തോന്നില്ല. ഈ അമ്പലം എന്ന് പറഞ്ഞ് 2-3 ആളുകൾ കൂടിയിട്ട് ഉണ്ടാക്കിയിട്ട് അവരുടെ ചില ഫ്രോഡ് പരിപാടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ അമ്പലം എന്നാണ് അതിനകത്തെ ഒരു പ്ലോട്ട്. അത് എല്ലാവരും ചിരിക്കുകയാണ്, എല്ലാവരും ആസ്വദിക്കുകയാണ്. കാരണം അങ്ങനെയൊക്കെ ഈ സമൂഹത്തിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടെന്നൊരു യാഥാർത്ഥ്യം എല്ലാവർക്കും മലയാളികൾക്ക് അറിയാം. അതിപ്പോൾ അമ്പലം മാത്രമല്ല, അപ്പോൾ അമ്പലങ്ങൾ നടത്തുന്നവരുണ്ട്, ദർഗകൾ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിന്നെ കൃപാസനം, പത്രം, അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ഏർപ്പാടുകളിലൂടെ കടന്നു. ഞാൻ ആരെങ്കിലും പ്രത്യേകം ആക്ഷേപിക്കാൻ പറ്റില്ല കേട്ടോ. പലതരത്തിൽ വിശ്വാസത്തെ നമ്മുടെ സാധാരണ ലോജിക്കുമായിട്ട് വേണമെങ്കിൽ കണക്ട് ആവാത്ത പലതരത്തിലുള്ള പുതിയ പുതിയ വിശ്വാസ സാമഗ്രികൾ ഉയർന്നു വരുന്ന കാലമാണ്, അല്ലെങ്കിൽ വലിയ ആൾദൈവങ്ങൾ ഉയർന്നു വരുന്ന കാലമാണ്. അതിൻ്റെ പിന്നാലെ എല്ലാം വലിയ ആൾക്കൂട്ടം പോകുന്ന കാലമാണ്. ഇപ്പോൾ നിങ്ങൾ മലബാറിലേക്ക് പോയി നോക്കിയാൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട തങ്ങന്മാരെ കാണാൻ പറ്റും. അതിൻ്റെ പിന്നാലെ വരുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നാട്ടിയ കൊടിമരത്തിന് ചുറ്റും കൊണ്ട് രാവിലെ പൈസ ഇടുന്ന ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും. ഭയങ്കരമായ കോമഡി പരിപാടികൾ കേരളത്തിലുണ്ട്. ഇത് അമ്പലത്തിൽ മാത്രമൊന്നുമല്ല. അപ്പോൾ നമ്മൾക്ക് മൊത്തത്തിലൊരു അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് ഈ സിനിമയെ കാണുന്ന സംഗതി എടുക്കാൻ പറ്റുള്ളൂ. അതിനെ കച്ചവടമാക്കിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പലതരത്തിൽ കച്ചവടം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഹൈ ലെവലിലും ചെറിയ ലെവലിലും ഒക്കെ കച്ചവടം നടത്തുന്ന വലിയ വലിയ ആൾക്കാരുണ്ട്. സോ അതിനെ എനിക്ക് തോന്നുന്നു അങ്ങനെ കാണാൻ മലയാളിക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ സിനിമ തിയേറ്ററിൽ കണ്ട് ആരും പുറത്തിറങ്ങി വന്നിട്ട് ബൈറ്റ് കൊടുത്തപ്പോൾ പടം ഗംഭീരമാണ്, ഫുൾ കോമഡിയാണെന്ന് പറയുന്നതല്ലാതെ ഞങ്ങളുടെ ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന പടമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ല. കാരണം മലയാളിക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. അപ്പോൾ ഇത് എന്ത് കിട്ടിയാലും അതിൽ നിന്ന് ചകഞ്ഞൊരു സംഭവം എടുത്ത് എങ്ങനെയെങ്കിലും വിവാദമാക്കി എല്ലാ ഹിന്ദുക്കൾക്കെതിരാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന നിക്ഷിപ്ത താല്പര്യക്കാർ, അവർക്ക് ഹിന്ദുക്കളോടൊരു സ്നേഹവുമില്ല. അങ്ങനെ ഒരു ആത്മാർത്ഥമായ ഹൈന്ദവ വികാരം കൊണ്ടല്ല, ഹെയ്റ്റ് പ്രസരിപ്പിക്കുന്ന ആൾക്കാർ ട്രൂ വിശ്വാസികൾ പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അവർ അതിന് പണിയെടുക്കുകയാണ്. അത് കേരളത്തിന് പുറത്ത് ഏതോ തെലുങ്ക്, കന്നഡ, അവിടെ നിന്നാണ് ഇത് വന്നത്. അപ്പോൾ ഇതിൽ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതികളെ, തട്ടിപ്പുകളെ ഒക്കെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആ സിനിമയുടെ ഭാഗം. അതിൽ ഇത്തവണ കാണിച്ച ഒന്ന്, അല്ലാതെ മറിച്ചും ഈ പറഞ്ഞ മുസ്ലിം പേരുള്ള സിദ്ധന്മാരെ പോർട്രേ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. സുരാജ് വെഞ്ഞാറമൂടൊക്കെ അവതരിപ്പിച്ച ഭയങ്കര രസീയ കഥാപാത്രമുണ്ട്. ജഗതി അവതരിപ്പിച്ച സാധനമുണ്ട്. ഒപ്പം മറ്റെല്ലാ മതങ്ങളെയും ആ നിലയ്ക്ക് മലയാള സിനിമ കൈകാര്യം ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇത്ര വേദനിക്കേണ്ട ഇവിടെ ആർക്കും വേദനയില്ല. നമ്മൾ സംസാരിക്കുന്നത് ഈ ട്വിറ്ററിൽ നടക്കുന്ന ഈ കളിയെക്കുറിച്ചാണ്. മലയാളികൾ വളരെ പോസിറ്റീവായിട്ട് ഈ സിനിമ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കാണേണ്ട കാര്യം. ഒരു നിലയ്ക്ക് പക്ഷേ ഇത് കണ്ടപ്പോൾ നമ്മളിപ്പോൾ നിരന്തരം ഇത്തരം ഹേറ്റഡ് വിഷയങ്ങൾ
ഡിസക്ട് ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ആലോചിച്ചു കേട്ടോ, ഇത് എന്തുകൊണ്ടാണ് ഇവന്മാർ എടുക്കാത്തത് എന്ന്. കാരണം എടുക്കാൻ പറ്റിയ സാധനം അതിനകത്തുണ്ടല്ലോ. സത്യത്തിൽ കുറച്ച് വൈകിപ്പോയി അല്ലേ എന്നാ? അത് OTT വന്ന് എല്ലാവരും കാണാൻ വേണ്ടി ഈ പറഞ്ഞ മറ്റേമാരുടെ കയ്യിൽ എത്തണമല്ലോ. ഈ ഹേറ്റും പിടിച്ചുകൊണ്ടിരിക്കുന്നവന്മാരുടെ ഫോണിൽ എത്തിയാൽ ഇത് വർക്കാവുള്ളൂ. ബാക്കിയുള്ള മനുഷ്യന്മാർ ഇത് കാണാൻ പോകുന്നത് എന്തെങ്കിലും ഹേറ്റ് ഉണ്ടോ, ഞങ്ങളുടെ മതത്തെ ദ്രോഹിക്കുന്നു നോക്കാനല്ലോ. മനുഷ്യന്മാർ സമാധാനത്തിനും റിലീഫിനും സന്തോഷത്തിനും വേണ്ടിയാണ് സിനിമ കാണാൻ പോകുന്നത്. അവരത് കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ട് തിരിച്ചു വന്നു. മറ്റൊരു സിനിമ കാണുന്നത് അതല്ല. അതിനിടയ്ക്കൂടെ പൊളിറ്റിക്കൽ പരിപാടിക്ക് ഡിവൈഡിനുള്ള വല്ലതും ഉണ്ടോ നോക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇത് വളരെ ഈ സിനിമയുടെ കാര്യത്തിൽ വളരെ ശുഭകരമാണ് മലയാളിയുടെ റെസ്പോൺസ്. മലയാളി ഒരു നിലയ്ക്ക് ഇതിനൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. മാത്രമല്ല ആ പടം വൻ ഹിറ്റാവുകയും ചെയ്തു. മികച്ച പടമാണ് ആ പടം. അതിൻ്റെ ഞാൻ പറയുന്നത് ആദ്യം ഭരതനാട്യമാണ്, പിന്നെ വന്ന മോഹിനിയാട്ടമാണ്. ഇനി അടുത്ത കുച്ചിപ്പുടി എന്ന പേരിൽ പടം എടുക്കാൻ അതിൻ്റെ സംവിധായകൻ തയ്യാറാവണമെന്നാണ്. അത് കാരണം അത് രണ്ടും ഗംഭീര പടമായിരുന്നു. സൈജു കുറുപ്പ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നടനാണ്. സൈജു കുറുപ്പിൻ്റെ വിജയം നമുക്ക് സന്തോഷം നൽകുന്നതാണ്. സോ അദ്ദേഹത്തിനും ഒരു മികച്ച താരം നിലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്. അവരുടെ മൂന്നാം ഭാഗമായിട്ട് വരട്ടെ എന്നാണ് ഞാൻ പറയാം. വിദ്വേഷക്കാർക്കെതിരെ നമ്മളൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. അതെ, സിനിമയെ സിനിമയായി കാണൂ പ്ലീസ്. ഈ സിനിമയുടെ പേരിൽ ഈ വിദ്വേഷ പ്രചാരണം നടത്തുന്നതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി ഒന്ന് മാറ്റിപ്പിടിക്കൂ, അത്രയേ ഉള്ളൂ.